Hi all, welcome to my channel. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു വൈറ്റ് സോസ് പാസ്ത ചെയ്തു നോക്കാം. ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ്, ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും. നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു 3 കപ്പ് പാസ്തയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു 6 കപ്പോളം വെള്ളം ഇതുപോലെ ബോയിൽ ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഈ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാസ്ത കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അധികം ഓയിൽ ഒഴിക്കേണ്ട, കാരണം അതിൻ്റെ സോസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ കോട്ട് ചെയ്യാനായിട്ട് പാടായിരിക്കും. ഞാൻ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്തേക്കുന്നത്. ഒരു 8-9 മിനിറ്റ്സിനുള്ളിൽ അത് ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 1/4 കപ്പോളം പാസ്തയുടെ സ്റ്റോക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ഡ്രെയിൻ ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അത് വീണ്ടും ഓവർ കുക്ക് ആകാതിരിക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പാസ്ത റെഡിയാക്കിയിട്ട് പിന്നീട് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അത് സ്റ്റിക്ക് ആകാതിരിക്കും. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂണോളം ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഞാൻ 1/2 കപ്പോളം ഒനിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി അതൊന്ന് ട്രാൻസ്പെറൻറ്റ് ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് വഴറ്റി, ഇത് ഒത്തിരി അങ്ങ് വഴന്ന് സോഫ്റ്റ് ആവേണ്ട, ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഞാൻ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അഡീഷണലായിട്ട് ഒരു 3/4 ടീസ്പൂണോളം ചിക്കൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ സ്റ്റോക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പാസ്ത ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സോസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം ഓയിലും 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറിയ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരു 1-2 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റണം. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് മൊരിയാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്രയാണോ ബട്ടർ എടുത്ത് അത്രയും മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വീറ്റ് ഫ്ലോർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ലോ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒത്തിരി ഹൈ ഫ്ലെയിം ഇട്ടിട്ടുണ്ട്, ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് ലൈറ്റ് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ആ റോസ്റ്റഡ് സ്മെല്ല് വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊഴിച്ച് കൊടുത്ത ഉടനെ ഇളക്കി അതിന് കട്ടകളൊന്നുമില്ലാതെ ഇളക്കിയെടുക്കണം. ഇതിലേക്ക് ഞാൻ 2 സ്ലൈസ്ഡ് ചീസ് ഇട്ട് കൊടുക്കുകയാണ്. അതും ഇതുപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. ഇനി ഇതൊന്ന് ഫ്ലേവർ ചെയ്യാനായിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും 1/2 ടീസ്പൂണോളം ചതച്ച മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഓർഗാനോയും 1/2 ടീസ്പൂണോളം ഇറ്റാലിയൻ സീസണിങ്ങും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇറ്റാലിയൻ സീസണിങ്ങോ അല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് മാത്രം എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു കോട്ടിംഗ് കൺസിസ്റ്റൻസി വന്നു കഴിയുമ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർഗാനോയും ഇറ്റാലിയൻ ഹെർബ്സിൻ്റെ മിക്സ് ഇപ്പോൾ വേണേൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിളും പാസ്തയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഞാനിതിലേക്ക് ഇറ്റാലിയൻ ഹെർബ്സ് ഒരു 1/2 ടീസ്പൂണും 1/4 ടീസ്പൂണോളം ഓർഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സീസണിങ് നിങ്ങൾക്ക് ചീസിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്തിട്ട് പിന്നെ പാസ്ത മിക്സ് ചെയ്താലും മതി. ഇതിലേക്ക് ഞാൻ ഒരു 2 പിടിയോളം മോസറല്ലയുടെ ചീസ് ആഡ് ചെയ്യുവാണ്. ചീസിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാവുന്നതാണ്. ഇതിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പാസ്തയുടെ സ്റ്റോക്കും ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പം ഇച്ചിരി കട്ടിക്കാണ് നമ്മുടെ സോസ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആഡ് ചെയ്യുന്നതിന് മുമ്പ് മിൽക്കൊന്ന് വാം ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഇത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.